ദില്ലിയിൽ IAS കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ 5 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 അതേസമയം മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിന്റെ മൃതദേഹം രാത്രിയോടെ നാട്ടിലെത്തിക്കും. സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. റാവൂസ് കോച്ചിംഗ് സെന്ററിന്റെ ഉടമ അഭിഷേക് ഗുപ്ത, കോഓർഡിനേറ്റർ ദേശ്പാൽ സിംഗ് എന്നിവർക്ക് പിന്നാലെയാണ് 5 പേരെ കൂടി ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കെട്ടിട ഉടമ അമർജിത്തിന്റെ മകൻ ഉൾപ്പെടെ 4 ബന്ധുക്കളാണ് അറസ്റ്റിലായത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. കോച്ചിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ വിവിധ നിലകൾ വ്യത്യസ്തമായ ആളുകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി. പ്രദേശത്തെ ഡ്രെയിനേജിംഗ് സംവിധാനം തകരാറിലായതിനാൽ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്നും DCP M ഹർഷവർദ്ധൻ അറിയിച്ചു. അതിനിടെ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം രാത്രിയോടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കും. ബന്ധുവായ ലിനുരാജ് ദില്ലിയിൽ എത്തിയിരുന്നു. സംഭവത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുതെന്നും ലിനുരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. My sincere request to all the students and competent authority as well as news media people, okay, please try to find out in a ahimsa manner how many institutions like this in Delhi or across pan India in underground. Please try to lodge a official complaint to competent authority. I am again repeating you, don't be a violent. ദുരന്തമുണ്ടായ റാവൂസ് കോച്ചിംഗ് സെന്ററിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ നിരവധി കോച്ചിംഗ് സെന്ററുകളിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനയും തുടരുകയാണ്. അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന 13 കോച്ചിംഗ് സ്ഥാപനങ്ങളുടെ ബേസ്മെന്റുകൾ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.